IFFK ഉദ്ഘാടന വേദിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കൂവൽ. റോമിയോ എം രാജ് എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്തയാൾ ഡെലിഗേറ്റ് അല്ല, കൈവശമുള്ളത് 2022 പാസ്സാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങൾ നൽകും. രാഹുൽ, ആരാണ് ഇയാൾ? ചലച്ചിത്രമേള നാളെ തുടങ്ങുകയാണ്. ഇന്ന് ഉദ്ഘാടനമായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഉദ്ഘാടന വേദിയിൽ എത്തിയ മുഖ്യമന്ത്രിക്ക് നേരെയാണ് കൂവലുണ്ടായത്. റോമിയോ എം രാജ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തയാൾ ഡെലിഗേറ്റ് അല്ല. രാഹുൽ ജി നാഥ് തുടരുന്നുണ്ട്. രാഹുൽ, ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായോ? എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം? പൂജ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി വേദിക്കുള്ളിലേക്ക് നടന്നു കയറുകയായിരുന്നു. അപ്പോൾ ആ നടന്നു കയറുന്ന വഴിക്ക് തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു ഇദ്ദേഹം ഇരുന്നത്. ഇയാൾ എഴുന്നേറ്റ് നിന്ന് കൂവുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ തന്നെ വേദിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെലിഗേറ്റ് അല്ല. കാരണം ഈ വേദിക്ക് പുറത്ത് ഡെലിഗേറ്റ് പാസുകൾ നോക്കിയാണ് കയറ്റുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് 2022 പാസ്സായിരുന്നു. അതായത് 2 വർഷം മുമ്പുള്ള ഡെലിഗേറ്റ് പാസുമായാണ് റോമിയോ എന്ന വ്യക്തി അകത്തേക്ക് കയറിയത്. മുഖ്യമന്ത്രിയെ കൂവിയതിന് പിന്നാലെ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോയി. മ്യൂസിയം പോലീസാണ് അയാളെ പുറത്തേക്ക് കൊണ്ടുപോയി. നിലവിൽ അയാൾ കസ്റ്റഡിയിലാണ്. പൂജ.